ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിന് ഒരു അടിസ്ഥാനം വേണം, അതിലൊരു സത്യം വേണം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ കയ്യിൽ തെളിവുകൾ വേണം. പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, മീഡിയ ഗ്രാമം എന്നതിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. വീറ്റോ പവർ ഉപയോഗിച്ച് അമിത്ഷായെ പുറത്തേക്കെറിയുകയാണ് രാഹുൽ. പ്രതിപക്ഷം എന്താണ് എന്ന് ഇതുവഴി മോദിക്ക് രാഹുൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതോടെയാണ് പാനലിൽ നിന്നും അമിത്ഷാ പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. രണ്ടും കൽപ്പിച്ച് രാഹുൽ ഇക്കുറി ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവെന്ന പദവി രാഹുലിൽ നിന്ന് ഒരിക്കലും തട്ടിക്കളയാൻ മോദിക്ക് സാധിക്കാത്തത് കൊണ്ട് പകരം അമിത്ഷായ്ക്ക് പുറത്തേക്കുള്ള വഴി വെട്ടി കൊടുക്കേണ്ടി വരികയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പാനലിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് ഏത് വീറ്റോ പവറാണ് ഉള്ളത്? ആ വീറ്റോ പവർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരുന്നു ഏതാ വീറ്റോ എന്നുള്ളൊരു കാര്യം. ഞാൻ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, അമിത്ഷാനെ പാനലിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് ഇന്നലെയാണ്. അതായത് ഇപ്പോഴുള്ള പാനൽ ഏതാണെന്ന് നമുക്കറിയാം. ചീഫ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കാനുള്ള സെലക്ഷൻ പാനലാണ് ഇപ്പോൾ ഉള്ളത്. അത് സെലക്ട് ചെയ്യുക, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷനെ സെലക്ട് ചെയ്യുന്ന പാനൽ. ആ സെലക്ഷൻ പാനലിൽ എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ളത് അമിത്ഷാ ആ ഒരു പാനലിലുണ്ട്. അതായത് പ്രധാനമന്ത്രി, പിന്നെ ഒരു യൂണിയൻ മിനിസ്റ്ററാണ്, അതായിട്ട് അമിത്ഷാ വന്നിട്ടുണ്ട്, പിന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ രാഹുൽ ഗാന്ധി. ഇവർ 3 പേരാണ് ആ സെലക്ഷൻ പാനലുള്ളത്. പിന്നെ ഏത് പാനലിൽ നിന്നാണ് ഈ അമിത്ഷാ, അതായത് നമ്മുടെ ഹോം മിനിസ്റ്ററിനെ ഒഴിവാക്കിയിട്ടുള്ളത്? അതും കൂടി ഒന്ന് ക്ലാരിറ്റി ആക്കി തന്നാൽ നല്ലതായിരുന്നു. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സത്യം വേണം. ഈ സെലക്ഷൻ പാനലുമായിട്ട് ഞാനും അംഗീകരിക്കുന്നില്ല. കാരണം ഈ സെലക്ഷൻ പാനൽ എന്ന് പറയുന്നത് അത്ര ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പാനൽ അല്ല. കാരണം 2 പാർട്ടീസിലെ, അതായത് എക്സിക്യൂട്ടീവിലെ 2 മെമ്പേഴ്സ് ആണ് ആ ഒരു സെലക്ഷൻ പാനലിൽ ഉള്ളത്. അതുപോലെ തന്നെ ഒരു ഓപ്പോസിഷൻ ലീഡറും. അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ തന്നെ 2 പേർ ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ആ പാനലിലേക്ക് പോകുന്നത് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യമാണ്, കാരണം അവർ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇനി രാഹുൽ ഗാന്ധി പോയാലും പോയിട്ടില്ലെങ്കിലും അയാൾ എന്തായാലും നിയമിക്കപ്പെടും. പിന്നെ ഒരു പ്രൊസീജിയർ എന്ന നിലയിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിനെ അല്ലെങ്കിൽ ലീഡർ ഓഫ് ഒപ്പോസിഷനെ അവിടെ വേണ്ടുള്ളൂ. ഇതൊരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയും ഇവിടുത്തെ ഡെമോക്രസിയെയും അതുപോലെ ഇവിടുത്തെ ജനങ്ങളെയും മണ്ടന്മാരാക്കുന്ന ഒരു നിയമം തന്നെയാണ്. അല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഒരു സെലക്ഷൻ പാനൽ 2 മെമ്പേഴ്സ് എക്സിക്യൂട്ടീവിൽ നിന്നും 1 മെമ്പർ ലീഡർ ഓഫ് ഓപ്പോസിഷനിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ആ സെലക്ഷൻ പാനലിലെ തീരുമാനം എടുക്കുന്നത് മെജോറിറ്റി വരുന്ന ഒപ്പീനിയൻ വെച്ചിട്ടാണ് അതിലൊരു തീരുമാനം വരാമെന്ന് പറയുമ്പോൾ ഈ എക്സിക്യൂട്ടീവിൽ 2 മിനിസ്റ്റേഴ്സ് ആണ്, ഒന്ന് പ്രധാനമന്ത്രിയും ഒന്ന് വേറൊരു മിനിസ്റ്ററും. ഈ മിനിസ്റ്റർ ഒരിക്കലും പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ അപ്പുറം ഇപ്പുറം നിൽക്കില്ല. കാരണം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ മന്ത്രിയുടെ സ്ഥാനം അവിടുന്ന് പോകും. അതായത് മന്ത്രിയെ ഡിസ്മിസ് ചെയ്യാനുള്ള പവർ പ്രൈം മിനിസ്റ്ററിനുണ്ട്. അതായത് ഡിസ്മിസ് അല്ല, റിമൂവ് ചെയ്യാനുള്ള പവർ പ്രധാനമന്ത്രിക്കുണ്ട് ത്രൂ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ ആ മന്ത്രി ഒരിക്കലും പ്രധാനമന്ത്രി പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരിക്കലും നിൽക്കില്ല. പിന്നെ ഈ സെലക്ഷൻ പാനലിനെ കൊണ്ട് എന്താണ് ഉപകാരം? ഇത് 2023 മാർച്ചിൽ സുപ്രീം കോടതി പറഞ്ഞ പാനൽ കുറച്ചും കൂടിയും ഓക്കെ ആയിട്ടുള്ള ഒരു പാനലായിരുന്നു. കാരണം പ്രധാനമന്ത്രി, അതുപോലെ തന്നെ CJI, പിന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, അതൊരു ഏകദേശം ഓക്കെ ആയിട്ടുള്ള ഒരു പാനലാണ്. പക്ഷെങ്കിൽ അതിനെ മാറ്റിയിട്ടാണ് 2023 തന്നെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ, അതുപോലെ തന്നെ ഒരു യൂണിയൻ മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ എന്നൊരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു നിയമത്തോട് എത്ര പേര് യോജിക്കുന്നുണ്ട്? കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.